യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതം നമുക്കെന്നും പ്രചോദനമാണ്. വിശുദ്ധരുടെ ജീവിതം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധിയിലേക്കുള്ളൊരു ചായ്ച്ചൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്നുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ ഇന്നത്തെ വിശുദ്ധനോടൊപ്പം വിശുദ്ധിയിലേക്ക് വളരുവാൻ കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ ആദ്യ അപ്പസ്തോലൻ, യേശുവിൻ്റെ ശിഷ്യനായിരുന്ന തോമാസ് ശ്ലീഹായാണ്. തോമാസ് ശ്ലീഹ ഈ ഭാരത മണ്ണിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ തീനാളം തെളിച്ചു. 16-ാം നൂറ്റാണ്ടിൽ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലനും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഭാരതത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ച് ജനഹൃദയങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം തീജ്വാലയായി ഉയർന്ന അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. കേവലം 15 വർഷത്തെ പൗരോഹിത്യ ജീവിതം കൊണ്ട് 100 മിഷണറിമാർ ഒരുമിച്ച് ചെയ്യുന്ന മിഷൻ പ്രവർത്തനമാണ് ഫ്രാൻസിസ് സേവ്യർ കാഴ്ചവെച്ചത്. ഒന്ന് വിശ്രമിക്കൂ എന്ന് വിശുദ്ധനോട് പറഞ്ഞവരോട് വിശുദ്ധൻ പറഞ്ഞു, തുരുമ്പെടുത്ത് തീരുന്നതിനേക്കാൾ നല്ലതല്ലേ തേഞ്ഞു തീരുന്നത്. അതെ, തൻ്റെ 15 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും തുരുമ്പെടുക്കാൻ തൻ്റെ ജീവിതത്തെ അനുവദിക്കാതെ തേഞ്ഞു തീർന്ന ഒരു വിശുദ്ധൻ്റെ ജീവിതമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതം. ധ്യാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ഏപ്രിൽ മാസം 7-ാം തീയതി, ഒരു പെസഹ വ്യാഴാഴ്ച ദിനം. അന്നാണ് ഫ്രാൻസിസ് സേവ്യർ ഈ ലോകത്തിൽ ഭൂജാതനാകുന്നത്. സ്പെയിനിലെ നവാറ എന്ന ഗ്രാമത്തിൽ സേവ്യർ കാസിലിൽ ഡോൺ പ്രഭുവിൻ്റെയും ഡോണ മരിയയുടെയും 3ാമത്തെ പുത്രനായി ഫ്രാൻസിസ് ജനിച്ചു. പിതാവ് രാജാവിൻ്റെ സഭയിലെ ചാൻസലറും നിയമപണ്ഡിതനുമായിരുന്നു. അമ്മ വലിയ ഒരു ദൈവവിശ്വാസിയായിരുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്ത് ആ അമ്മ മകന് പകർന്നു കൊടുത്തു. സമ്പന്ന കുടുംബത്തിലാണ് ഫ്രാൻസിസ് സേവ്യർ ജനിച്ചതെങ്കിലും അമ്മയുടെ സ്നേഹനിർഭരമായ പെരുമാറ്റവും ആ വിശ്വാസ ജീവിതവും ആ മക്കളെ ദൈവത്തിലേക്ക് ഒത്തിരി ആകർഷിച്ചു. യൗവനത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും സമ്പന്നതയിലുമാണ് ഫ്രാൻസിസ് സേവ്യർ വളർന്നു വന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം മകനെ ഒരു വൈദികനാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും മകന് സൈനിക സേവനമായിരുന്നു താൽപ്പര്യം. 1525 ഫ്രാൻസിസ് പാരീസിലേക്ക് യാത്ര പുറപ്പെട്ടു. അവൻ്റെ ലക്ഷ്യം
പാരീസ് കലാലയത്തിൽ ചേർന്ന് ഉന്നത ബിരുദം കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു. കലാലയത്തിൽ ഒരു മികച്ച വിദ്യാർത്ഥിയായിരുന്നു അവൻ. അവൻ്റെ വിഷയം കലയും തത്വശാസ്ത്രവുമായിരുന്നു. പഠനത്തിൽ അതിസമർത്ഥനായിരുന്ന ഫ്രാൻസിസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടി. തൻ്റെ പഠനകാലത്ത് പിതാവിൻ്റെ മരണം ഫ്രാൻസിസ് സേവ്യറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദുഃഖത്തിലാഴ്ത്തി. തുടർന്ന് അവൻ്റെ അമ്മയുടെ മരണവും അവന് താങ്ങാവുന്നതിൽ അധികമായിരുന്നു. എങ്കിലും പരീക്ഷകളിൽ അവൻ എന്നും ഒന്നാമനായിരുന്നു. അവൻ്റെ കലാലയ പഠനകാലത്ത് അവൻ്റെ റൂംമേറ്റായി ഒരു പുരോഹിത വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ ഫാബിയൻ എന്നായിരുന്നു. പീറ്റർ ഫാബിയൻ്റെ ജീവിതവും പ്രാർത്ഥനയും ഫ്രാൻസിസ് സേവ്യറിനെ ഹഠാത് ആകർഷിച്ചു. എങ്കിലും അവൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഒരു പുരോഹിതനാകണം എന്നുള്ള ആഗ്രഹം ജനിച്ചില്ല. 1529 പട്ടാളക്കാരനായിരുന്ന ഇഗ്നേഷ്യസ് ലയോള പട്ടാള ഉദ്യോഗം രാജിവെച്ച് തൻ്റെ 38ാമത്തെ വയസ്സിൽ പാരീസ് സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയായി ചേർന്നു. ഫ്രാൻസിസിനേക്കാൾ 15 വർഷത്തെ പ്രായക്കൂടുതലുള്ള വ്യക്തിയായിരുന്നു ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസും തമ്മിലുള്ള ബന്ധം അത് വലിയൊരു ആത്മീയ ബന്ധത്തിലേക്ക് കടന്നു വന്നു. പലപ്പോഴും അവർ തമ്മിലുള്ള സംസാര വിഷയം യേശുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ആയിരുന്നു. ഫ്രാൻസിസ് സേവ്യർ ഇഗ്നേഷ്യസ് ലയോളയുമായുള്ള ഒരു ആത്മീയ ബന്ധം വളർത്തിയെടുത്തു. ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസ്, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം? നിന്റെ ആത്മാവിന് പകരമായി എന്തു നീ കൊടുക്കും? മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം ഫ്രാൻസിസ് സേവ്യറിൻ്റെ മനസ്സിൽ തറഞ്ഞു കയറിയെങ്കിലും തൻ്റെ ആത്മാവിനെ നേടിയെടുക്കുവാൻ ഫ്രാൻസിസിന് അന്ന് സാധിച്ചില്ല. കലാലയ വിദ്യാഭ്യാസം വിജയപ്രദമായി പൂർത്തിയാക്കിയ ഫ്രാൻസിസ് സേവ്യർ മറ്റൊരു കലാലയത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. എങ്കിലും ഇഗ്നേഷ്യസ് ലയോളയുമായുള്ള ആത്മബന്ധം ഫ്രാൻസിസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഒരുമിച്ച് കൂടും, യേശുവിനെക്കുറിച്ച് സംസാരിക്കും, ബൈബിളിനെക്കുറിച്ച് സംസാരിക്കും. ആത്മാവിൻ്റെ നിറവിനു വേണ്ടി അവർ പ്രാർത്ഥിക്കും. ഒരിക്കൽ ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് ലയോളയോട് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഫ്രാൻസിസെ, കർത്താവ് നിന്നെ വിളിക്കുന്നു. സുവിശേഷ പ്രഘോഷകനായി ദൈവം നിന്നെ വിളിക്കുന്നു. മനുഷ്യരുടെ മനസ്സുകളിൽ വചനത്തിൻ്റെ തീ കോരിയിടുവാൻ ഈശോ നിന്നെ വിളിക്കുന്നു. നീ വലിയ ഒരു വചനപ്രഘോഷകനായി തീരണം. 1533 ഫ്രാൻസിസ് സേവ്യർ തൻ്റെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം വചനപ്രഘോഷണത്തിനായി ചേരുകയാണ്. 1534 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഫ്രാൻസിസ് സേവ്യറും മറ്റ് 5 പേരും ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം പാരീസിലെ മൊണ്ടമാർത്ര ദേവാലയത്തിൽ വെച്ച് സന്യാസവ്രതങ്ങൾ ആഘോഷമായി സ്വീകരിച്ചുകൊണ്ട് സന്യാസികളായിത്തീർന്നു. ഇഗ്നേഷ്യസ് ലയോള തൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ആത്മീയ ധ്യാനങ്ങൾ
തൻ്റെ കൂടെ കടന്നു വന്നവർക്ക് പകർന്നു കൊടുത്തു. തൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കിയ ഫ്രാൻസിസ് സേവ്യർ 1537 ജൂൺ മാസം 24-ാം തീയതി വൈദികനായി അഭിഷിക്തനായി. 1538 മുതൽ 1541 വരെ ഫ്രാൻസിസ് സേവ്യർ ഇഗ്നേഷ്യസ് ലയോളയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. ഈശോ സഭയുടെ സ്ഥാപനത്തിനു വേണ്ടിയുള്ള നിയമാവലികൾ കുറിക്കുവാനും എഴുത്തുകുത്തുകൾ നടത്തുവാനും ഇഗ്നേഷ്യസ് ലയോളയെ ഫ്രാൻസിസ് സേവ്യർ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഈശോ സഭയുടെ രൂപീകരണത്തിനായി ഫ്രാൻസിസ് സേവ്യർ തൻ്റെ മുഖ്യ പങ്ക് വഹിച്ചു. റോമിലുടനീളം ഈ ഈശോ സഭാംഗങ്ങൾ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തു. രോഗികളുടെ അടുക്കൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ നൽകുകയും ചെയ്തു. ജയിലറകളിൽ കടന്നു ചെന്ന് പീഡനം അനുഭവിക്കുന്ന ജയിൽവാസികൾക്ക് യേശുവിൻ്റെ സ്നേഹം പകർന്നുകൊടുത്തു. സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് നാട്ടുരാജാക്കന്മാർ പലരും അവരുടെ സേവനം ആഗ്രഹിച്ചു. അങ്ങനെ പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്ന ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് 2 പുരോഹിതരെ അയക്കണമെന്ന് ഇഗ്നേഷ്യസ് ലയോളയോട് പോർച്ചുഗൽ രാജാവ് ആവശ്യപ്പെട്ടു. ഇഗ്നേഷ്യസ് ലയോള 2 പേരെ ഏഷ്യയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ അവരിൽ ഒരാൾക്ക് ഏഷ്യയിലേക്ക് പോകുവാൻ സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ സെക്രട്ടറിയായിരുന്ന ഫ്രാൻസിസ് സേവ്യറിനെ ഭാരതത്തിലേക്ക്, ഏഷ്യയിലേക്ക് ഇഗ്നേഷ്യസ് ലയോള അയച്ചു. മാർച്ച് മാസം 15-ാം തീയതി അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ റോമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ആദ്യം അദ്ദേഹം ലിസ്ബണിൽ എത്തിച്ചേർന്നു. പിന്നീട് 1542 മെയ് മാസം 6-ാം തീയതി പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ഗോവയിൽ ഫ്രാൻസിസ് സേവ്യർ കപ്പലിറങ്ങി. കയ്യിലൊരു മണിയുമായി തെരുവിലേക്കിറങ്ങിയ ഫ്രാൻസിസ് സേവ്യർ തൻ്റെ അടുത്തുകൂടിയ കുട്ടികളെയും ജനങ്ങളെയും ത്രികാല ജപവും മറ്റു പ്രാർത്ഥനകളും പഠിപ്പിച്ചു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ അടുത്തുകൂടിയ എല്ലാവർക്കും യേശുവിൻ്റെ സുവിശേഷം പകർന്നുകൊടുത്തു. തിരക്ക് പിടിച്ച തെരുവിലൂടെ പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് കടന്നുപോയ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പുറകെ അനേകർ കടന്നു ചെന്നു. രോഗികൾക്ക് സാന്ത്വനത്തിൻ്റെ ലേപനം നൽകി. യേശുവിൻ്റെ സുവിശേഷം അവർക്ക് പകർന്നു കൊടുത്തു. ജയിലറകൾ സന്ദർശിച്ചു. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അനേകരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ ഗോവയിൽ യേശുവിൻ്റെ സുവിശേഷം പകർന്നു നൽകി. 5 മാസത്തോളം ഗോവയിൽ പ്രവർത്തിച്ച ഫ്രാൻസിസ് സേവ്യർ കേരളക്കരയിലേക്ക് കടന്നു വന്ന് കടലോര പ്രദേശങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊടുത്തു.
അനേകരെ വിശ്വാസ ജീവിതത്തിലേക്ക് ഫ്രാൻസിസ് സേവ്യർ നയിച്ചു. 1549 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിലേക്ക് കപ്പൽ കയറി. 2 വർഷത്തോളം അദ്ദേഹം ജപ്പാനിൽ വചന ശുശ്രൂഷ നടത്തി. ഭാരതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് സേവ്യറിനെ സ്വീകരിച്ചത് ജെസ്യൂട്ട് സഭയുടെ ഇൻഡീസ് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്ന സ്ഥാനമായിരുന്നു. 1552 ഏപ്രിൽ മാസം 25-ന് ഫ്രാൻസിസ് സേവ്യർ ചൈനയിലേക്ക് പുറപ്പെട്ടു. യേശുവിൻ്റെ സുവിശേഷം ചൈനയിലുടനീളം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു ഫ്രാൻസിസ് സേവ്യറിൻ്റെ ലക്ഷ്യം. പക്ഷേ ചൈനയുടെ തുറമുഖത്തേക്ക് ഫ്രാൻസിസ് സേവ്യറിൻ്റെ കപ്പലടിപ്പിക്കുവാൻ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് അടുത്തുള്ള ദ്വീപിൽ അനുവാദത്തിനായി കാത്തുകിടന്നു. കാലാവസ്ഥയുടെ വ്യതിയാനവും നിരന്തരമായ പ്രവർത്തനവും ഫ്രാൻസിസ് സേവ്യറിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു. 1552 നവംബർ മാസം 21-ന് ഫ്രാൻസിസ് സേവ്യറിന് കലശലായ പനി ബാധിച്ചു. ആവശ്യമായ ചികിത്സയൊന്നും ഫ്രാൻസിസിന് ലഭിച്ചില്ല. കപ്പലിൽ തന്നെ കഴിഞ്ഞുകൂടിയ ഫ്രാൻസിസ് സേവ്യറിന് വിദഗ്ധമായ ചികിത്സ കൊടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പനി മൂർച്ഛിച്ചു, ബോധം നഷ്ടപ്പെട്ടു. 1552 ഡിസംബർ മാസം 3-ാം തീയതി തൻ്റെ 46-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിലെ പ്രക്ഷുബ്ധമായ ജീവിതം അവസാനിപ്പിച്ച് താൻ ആർക്കുവേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തിയോ, താൻ ആർക്കുവേണ്ടി ഇത്രനാൾ ജീവിച്ചുവോ അവൻ്റെ അടുക്കിലേക്ക് യാത്രയായി. ആയിരത്തി 1619 ഒക്ടോബർ മാസം 25-ാം തീയതി പോൾ 5-ാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് സേവ്യറിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1621 മാർച്ച് മാസം 12-ാം തീയതി ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1927 സാർവത്രിക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി ഫ്രാൻസിസ് സേവ്യറിനെ അവരോധിച്ചു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം ഗോവയിലെ ബോം ജീസസ് ബസിലിക്കായിൽ കണ്ണാടിക്കൂട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ ബസിലിക്കായിലേക്ക് കടന്നു ചെന്ന് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം വണങ്ങുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം തേടുകയും ചെയ്യുന്നു. തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. നമുക്കോരോരുത്തർക്കും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ കുടുംബത്തിനു വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വിശുദ്ധൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കാം.